UPSCയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലുള്ള ചില ഏൻഷ്യൻറ്റ് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഒന്നാമത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു ഏൻഷ്യൻറ്റ് ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് പേഴ്സ്. എന്നിട്ട് ഒരു സൈഡിൽ അവർ പേഴ്സ് തന്നിട്ടുണ്ട്, അസ്മക, കംബോജ, അവന്തി, കോസല. മറു സൈഡിൽ ആ ടെറിട്ടോറിയൽ റീജിയനിലൂടെ ഒഴുകുന്ന നദികളുടെ പേരും കൊടുത്തിട്ടുണ്ട്, ഗോദാവരി, വിപസ്, മഹാനദി, സരയു. എന്നിട്ട് ഇതിലേതാണ്, ഏത് പേഴ്സാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഭൂരിഭാഗം ആസ്പിരൻസിനും പോസ്റ്റ് വേദിക് പീരീഡ് പഠിച്ച സ്ഥിതിക്ക് മഹാജനപദാസിനെ പറ്റി അറിയാം. 16 മഹാജനപദാസിനെ പറ്റിയിട്ട് ഒരുവിധം എല്ലാ ബുക്കിലും കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ മഹാജനപദാസിലൂടെ ഒഴുകുന്ന നദികൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാതിരിക്കാനുള്ള റീസൺ, നമ്മൾ പലപ്പോഴും വായിക്കുന്ന സ്റ്റാൻഡേർഡ് ബുക്സിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഉപീന്ദർ സിംഗിൻ്റെ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ വളരെ കൃത്യമായിട്ട് ഓരോ മഹാജനപദാസും അതിലൂടെ ഒഴുകുന്ന നദികളും മെൻഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ ലാസ്റ്റ് ഇയർ തന്നെ വന്ന വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അശോകൻ ഇൻസ്ക്രിപ്ഷൻ സജസ്റ്റ് ദാറ്റ് പ്രാദേശിക, രാജുക ആൻഡ് യുക്ത were important offices at the village level administration, district level administration, provincial level administration, level of the central administration. ഇപ്പോൾ ഇതിൻ്റെ ചോദ്യവും വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും കുറെ കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കുമ്പോൾ ഉപീന്ദർ സിംഗിലോട് തന്നെ നമുക്ക് മടങ്ങി പോവാം. അവിടെ അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അശോകൻ ഇൻസ്ക്രിപ്ഷൻ സജസ്റ്റ് ദാറ്റ് പ്രാദേശിക, രാജുക ആൻഡ് യുക്ത വേർ ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. വളരെ കൃത്യമായിട്ട് UPSCയുടെ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചേക്കുന്നത് അതേ വേഡിങ്ങിൽ തന്നെയാണ് ഉപീന്ദർ സിംഗിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം ഉപീന്ദർ സിംഗിൽ നിന്ന് വെർബാറ്റിവ്ലി കോപ്പി ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 2023 പ്രിലിംസിൻ്റെ ചോദ്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ വർക്ക് അട്രിബ്യൂട്ടഡ് ടു പ്ലേ റൈറ്റ് ഭാസ. അതിൽ 4 ഓപ്ഷനാണ് അവർ തന്നിട്ടുള്ളത്, കാവ്യാലങ്കാര, നാട്യശാസ്ത്ര, മധ്യമ വ്യയോഗ, മഹാഭാഷ്യ. ഇതിൻ്റെ ആൻസറും അത്ര എളുപ്പമുള്ളതല്ല. കാര്യം ഭാഷയായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പ്രധാനപ്പെട്ട ഡ്രാമകളിൽ, നോവൽസിൽ ഈ പറയുന്ന റൈറ്റ് വർക്ക്സ് നിങ്ങൾക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റില്ല. ഇവിടെയും ഉപീന്ദർ സിംഗിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഭാസ അനദർ പ്ലേ റൈറ്റ് വാസ് ഓതർ ഓഫ് വർക്ക് സച്ചസ് മധ്യമ വ്യയോഗ എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ തന്നേക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസും ഈ സെയിം പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നാട്യശാസ്ത്രയും ബമഹയുടെ കാവ്യാലങ്കാരയും ഇതേ പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. 2024 പ്രിലിംസിൻ്റെ വേറൊരു ചോദ്യമാണ്, സംഘപൂതി an Indian Buddhist monk who traveled to China at the end of the 4th century AD was the author of a commentary on. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഇയർ UPSC ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. വേറൊന്നും കൊണ്ടല്ല, ഇന്ത്യയിൽ നിന്ന് ചൈനയിലോട്ട് ട്രാവൽ ചെയ്ത ബുദ്ധിസ്റ്റ് മോങ്കും അതിൽ അദ്ദേഹം എഴുതിയൊരു കമൻട്രി എന്നൊക്കെ പറയുമ്പോഴേക്കും വളരെ ഡെപ്തിലുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ വായിച്ച് പരിചയിച്ചിട്ടുള്ള മേഖലയിൽ നിന്ന് കുറച്ച് മാറി സഞ്ചരിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. വീണ്ടും ഉപീന്ദർ സിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ വെർബാറ്റിംലി ഉപീന്ദർ സിംഗിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ചോദ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ മോങ്സ് ഹു ട്രാവൽ ടു ചൈന ഡ്യൂറിംഗ് ദി സെഞ്ചുറീസ്, അതിൽ സംഘഭൂതി ഓതർ ഓഫ് എ കമൻട്രി ഓൺ ദി സർവസ്തിവാദ വിനയ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി UPSCനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ടഫായിട്ട് മാറുന്നതല്ല, പകരം നമ്മൾ UPSC സഞ്ചരിക്കുന്ന വഴിയെ സഞ്ചരിക്കാത്തതാണ്. UPSC പലപ്പോഴും ചില ടേണുകൾ എടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പൊതുവേ ചോദിക്കുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് മാറി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർ പൊതുവായി യൂസ് ചെയ്യുന്ന സോഴ്സസും മാറ്റാറുണ്ട്. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഉപീന്ദർ സിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ ബുക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് UPSC ഭൂരിഭാഗം ചോദിച്ചു വരുന്നത്. എന്തുകൊണ്ടോ ആസ്പിരൻസ് ഈ ഒരു ബുക്കായിട്ട് അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് അല്ല. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ മൺഡേ നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാലിക്കറ്റ് ക്യാമ്പസിൽ ഒരു ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. മൺഡേ ടു വെനസ്ഡേ ആണ് ക്ലാസ്സസ് വരിക. ഈ ക്ലാസ്സസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു PYQസിൻ്റെ അനാലിസിസ് പ്രകാരം
ഉപീന്ദർ സിംഗായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയാസ് കവർ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങളൊരു കൺവെൻഷണൽ പഠന രീതിയിൽ കവർ ചെയ്യാത്ത കുറേ ടോപ്പിക്ക് ഈ ഒരു 3 സെഷനിലായിട്ട് ഞാൻ കവർ ചെയ്യുന്നുണ്ടാവും. ഈ സെഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സെഷനാണ്. നിർബന്ധമായിട്ടും മൺഡേ മുതൽ തുടങ്ങുന്ന ക്ലാസ്സിൽ രാവിലെ 9 o'clock നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാകണം. ഈ ക്ലാസ് എല്ലാവർക്കും ഓപ്പൺ ആണ്. അതേസമയം തന്നെ കാലിക്കറ്റിൻ്റെ ക്ലാസ് നടക്കുമ്പോൾ ട്രിവാൻഡ്രം ക്യാമ്പസിൽ റിനോ മാമിൻ്റെ ജോഗ്രഫിയുടെയും ഇതേപോലെ ഒരു വാല്യൂ എഡീഷൻ സെഷൻ എക്സ്ക്ലൂസീവിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പൊതുവെ ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അൺകൺവെൻഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഏരിയാസൊക്കെയാണ് മാം കവർ ചെയ്യുന്നുണ്ടാവുക. ട്രിവാൻഡ്രം ക്യാമ്പസിൽ നിന്ന് ആ പ്രോഗ്രാം ഓഫ്ലൈനായിട്ട് കാണേണ്ട ആളുകൾ കാണേണ്ടത് തന്നെയാണ്. സി യു ഇൻ ദി ക്ലാസ്സസ്. താങ്ക് യു.